ഹലോ എല്ലാവർക്കും ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ട്രിവാൻഡ്രം സ്റ്റാച്യു AGS ഓഫീസിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള സൽക്കാരം ഇടവഴി റെസ്റ്റോറൻറ്റിലാണ്. ഇത് ഏറ്റവും കൂടുതൽ ഈ റെസ്റ്റോറൻറ്റ് ഫേമസ് ആയിട്ടുള്ളത് ലഞ്ചിന് വേണ്ടിയിട്ടാണ്. ഇതൊരു വലിയൊരു ലഞ്ച് സ്പോട്ടായിട്ട് ഒരുപാട് പേര് ഡിമാൻഡ് ചെയ്യുന്ന ഒരു ലഞ്ച് സ്പോട്ടായിട്ടാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിനെ കണക്കാക്കുന്നത്. അപ്പം ഇവിടെ ഒരുപാട് പേര് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനായിട്ട് ഇലയിൽ വിളമ്പുന്ന ഒരുപാട് കൂട്ടുകറികളും ഒരുപാട് മീൻ വിഭവങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഊണ് കഴിക്കാനായിട്ടാണ് ഇവിടെ എല്ലാവരും വരുന്നത് കേട്ടോ. ഇതുപോലെ ബെഞ്ചൊക്കെ ഇട്ടിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. പിന്നെ ഒരു ചെറിയ AC മുറി ഫെസിലിറ്റി കൂടെ ഉണ്ട് കേട്ടോ. ഒരു 2 മുറി അങ്ങനെ എങ്ങാണ്ടേ ഉള്ളൂ. ചെറിയൊരു AC ഡൈനിങ്ങും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാവരും ഒത്ത് ഈ ടേബിളിലൊക്കെ ഇരുന്ന് കഴിക്കാൻ അത് വേറൊരു സുഖമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കൂട്ടുകറികൾ. ഓരോ ദിവസം കൂട്ടുകറികൾ മാറിക്കൊണ്ടിരിക്കും. ഒഴിച്ചു കറികളും പായസവും ഒക്കെ മാറിക്കൊണ്ടിരിക്കും. ഇതൊക്കെയാണ് നമ്മുടെ എക്സ്ട്രാ വരുന്ന മീൻ ഐറ്റംസ് എന്ന് പറയുന്നത്. മീനിൻ്റെ ഓരോ ദിവസം അവൈലബിൾ ആയിട്ടുള്ള ഫ്രഷ് മീനിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ചാണ് അവർ ഓരോ ഐറ്റംസ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇവിടുത്തെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് വീട്ടിലെ ഊണ് എന്നൊരു കൺസെപ്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ ഫിഷ് ഫ്രൈ എല്ലാം തവ ഫ്രൈ ആണ്, അല്ലാതെ എണ്ണയിൽ മുക്കി പൊരിച്ചെടുക്കുന്ന ഫ്രൈ അല്ല. തവ ഫ്രൈ എന്ന് പറയുമ്പോൾ തന്നെ ഹെൽത്തിയാണ്. അതിലും ഇവർ യൂസ് ചെയ്യുന്ന നല്ല ഹൈ ക്വാളിറ്റി കോക്കനട്ട് ഓയിലാണ് കേട്ടോ. ഈ കുടത്തിലെ മോരുണ്ട് ഇവിടെ, അത് അടിപൊളിയാണ്. അത് കാണുമ്പോൾ തന്നെ അതിൽ നിന്ന് കുടിക്കാൻ തോന്നും കേട്ടോ. അപ്പം നല്ല അട്രാക്റ്റീവായിട്ട് നല്ല രീതിയിലാണ് അവർ എല്ലാ കാര്യങ്ങളും പ്രസൻറ്റ് ചെയ്യുന്നത്. പിന്നെ ഓരോ ദിവസത്തെ അവൈലബിലിറ്റി അനുസരിച്ചാണ് ഓരോ കാര്യങ്ങളും മാറി വരുന്നത്. കൊഞ്ചുണ്ട്, കണവ റോസ്റ്റ് ഉണ്ട്, കണവ തോരനുണ്ട്, നമ്മുടെ ചിക്കൻ തോരനുണ്ട്, നെയ്മീൻ ഫ്രൈ ഉണ്ട്, പിന്നെ അയല ഫ്രൈ ഉണ്ട്, ഓരോ നെത്തോലി ഫ്രൈ ഉണ്ട്. അപ്പോൾ ഓരോ മീനിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് ഫ്രൈഡ് ഇതൊക്കെ മാറിക്കൊണ്ടേയിരിക്കും കേട്ടോ. വളരെ മിനിമലായിട്ട് ഓയിൽ യൂസ് ചെയ്തിട്ടാണ് തവ ഫ്രൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഓയിലിൻ്റെ ഫ്ലേവർ അതൊന്നുമല്ല നമുക്ക് കൂടുതൽ കിട്ടുന്നത്, ആ മീനിൻ്റെ എക്സാക്റ്റ് ഫ്ലേവർ തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ കുറച്ച് വിശേഷങ്ങളൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തതിന് ശേഷം വീഡിയോ മുന്നോട്ട് കാണാൻ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അവൈലബിൾ ആകുന്നതായിരിക്കും. പണ്ടത്തേനേക്കാളും ചെറുക്കുട്ടനെ കൊണ്ട് എവിടെയെങ്കിലും ഫുഡ് കഴിക്കാനൊക്കെ പോവുകയാണെങ്കിൽ അവനിപ്പോൾ കുറച്ചൊക്കെ മിണ്ടാതിരിക്കും കേട്ടോ. അവന് ഉറക്കം വരുന്നെങ്കിൽ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ, അല്ലെങ്കിൽ എല്ലാം കണ്ട് എല്ലാം നോക്കി മിണ്ടാതിരിക്കും. നല്ല കുട്ടിയാണ്. ആദ്യം തന്നെ നമ്മൾ ട്രൈ ഔട്ട് ആക്കിയത് പ്രോൺസ് തവ ഫ്രൈ ആണ്. അപ്പം അത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ജ്യൂസി ആണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം നമ്മൾ ഓയിലിൽ നല്ല ഡീപ്പായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കുന്നില്ല, തവ ഫ്രൈ ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ഫ്ലേവറും പിന്നെ അതിൻ്റെ ടെക്സ്ചറൊന്നും ഭയങ്കര രീതിയിലൊന്നും മാറാതിരിപ്പുണ്ടായിരിക്കും. ആ ഓണിയനൊക്കെ കൂടെ ചേർത്ത് കഴിച്ചപ്പോഴേ അടിപൊളി ടേസ്റ്റായിരുന്നു. പ്രോൺസ് മാത്രം പുറത്തുനിന്ന് കഴിച്ചിട്ട് പിന്നെ നമ്മൾ അകത്ത് ഒരു AC റൂം ഡൈനിങ് ഫെസിലിറ്റിയിലായിരുന്നു ബാക്കി എല്ലാ ഐറ്റംസും നമ്മൾ കഴിച്ചത്. ഊണൊക്കെ അവിടെ നിന്നായിരുന്നു കേട്ടോ. ആദ്യം തന്നെ വെള്ളവും കുടത്തിലെ മോരും പായസവും മീൻ കറിയും ഒക്കെയാണ് കൊണ്ടുവയ്ക്കുന്നത് കേട്ടോ. മീൻ കറി ഒരു നെയ്മീനിൻ്റെ കഷ്ണമൊക്കെ ഉള്ള നല്ല അടിപൊളി ടേസ്റ്റുള്ള മീൻ കറിയാണ്. നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മമാരൊക്കെ നമുക്ക് വിളമ്പി തരത്തില്ലേ, അതുപോലെയാണ് അവിടുത്തെ ചേച്ചിമാർ നമുക്കൊന്ന് വിളമ്പിയൊക്കെ തരുന്നത് കേട്ടോ. ഭയങ്കര നല്ല സർവീസാണ്. എന്ത് കറി വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് കൊണ്ടുവരും. അത് മാത്രമല്ല ഈ എല്ലാ കൂട്ടുകറികളും ഒഴിച്ചു കറികളും ചോറുമൊക്കെ 160 രൂപയാണ് ഇത് ടോട്ടലി വരുന്നത്. എക്സ്ട്രാ മീനുകളല്ല, ഊണ് മാത്രം ഫിഷ് മീൽസ് മാത്രം 160 രൂപയാണ്. ആ 160 രൂപയ്ക്ക് ഈ പറഞ്ഞ എല്ലാ കൂട്ടുകറികളും എല്ലാ ഒഴിച്ചുകറികളും ചോറുമൊക്കെ അൺലിമിറ്റഡ് കൂടിയാണ്.
ഞങ്ങൾ വന്ന ദിവസത്തെ കൂട്ടുകറികളെന്ന് പറയുന്നത് ഇതൊക്കെയാണ് കേട്ടോ. 2 അച്ചാറും കിച്ചടിയും അവിയലും തോരനും പിന്നെ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയും പിന്നെ കപ്പയൊക്കെ വരുന്നുണ്ട്. കപ്പയുടെ കൂടെ ആ മീൻ കറി ഒഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ട് നമ്മുടെ ചെറുക്കൂട്ടൻ അങ്ങനെ അന്താളിച്ചിരിക്കുകയാണ്. അവനിപ്പം ആഹാരത്തിനോട് കുറച്ച് കൊതിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ചോറൂണ് കഴിയാൻ നമുക്ക് ഒന്നും കൊടുക്കാനായിട്ട് പറ്റത്തില്ലല്ലോ. അപ്പോൾ നല്ല കുത്തരി ചോറാണ്. ആദ്യം ഒഴിച്ച് കറിയിൽ സാമ്പാറാണ് കേട്ടോ. ചില സമയത്ത് പരിപ്പ് സാമ്പാർ അങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ സാമ്പാറും പുളിശ്ശേരി രസമായിരിക്കും. അങ്ങനെ മാറി മാറി വരും കേട്ടോ. ഇതൊക്കെയാണ് നമ്മൾ സൈഡായിട്ട് കഴിക്കാനായിട്ട് ഓർഡർ ചെയ്തത്. കണവത്തോരനും ചിക്കൻ തോരനും പിന്നെ അയല വറുത്തതും നെത്തോലി ഫ്രൈയും ബീഫ് ഉലർത്ത് ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അയല ഫ്രൈ തവ ഫ്രൈ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഡീപ്പായിട്ട് മുരിഞ്ഞിട്ടില്ല, എന്നാലും ആവശ്യത്തിന് കുക്കായിട്ടുണ്ട്, ഫ്രൈ ആയിട്ടുണ്ട്. ആ ഫ്ലേവർ അതുപോലെ തന്നെ ഉണ്ട്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. പിന്നെ അവിടുത്തെ സാമ്പാർ ഒരു രക്ഷയില്ലായിരുന്നു. ഇവർ തന്നെയാണ് ഇവിടുത്തെ എല്ലാ പൊടികളും വറുത്ത് പൊടിക്കുന്നത് കേട്ടോ. പൊടിച്ച് വറുക്കുന്നില്ല, വറുത്ത് പൊടിക്കുന്നത്. സാമ്പാറിനായിരുന്നാലും മല്ലി മുളക് ഇതൊക്കെ വറുത്ത് പൊടിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ആ ഒരു എന്താ പറയാനാണ് തനിമ ആ ഫുഡിൽ എല്ലാത്തിലും ഉണ്ട് കേട്ടോ. അവരുടെ എല്ലാ കറികളിലും ഉണ്ട്. സാമ്പാർ സീരിയസ്ലി ജെന്യൂൻലി പറയുകയാണെങ്കിൽ ഭയങ്കര അടിപൊളിയായിരുന്നു സാമ്പാർ. ആക്ച്വലി ഒരു റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുന്ന ഒരു ഫീലേ ഉണ്ടായിരുന്നില്ല. വീട്ടിൽ നല്ല ഗ്രാൻഡായിട്ടുള്ളൊരു ഊണ് വെച്ച് കഴിച്ചാൽ എങ്ങനെയിരിക്കും അതുപോലെ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ആ കപ്പയുടെ കൂടെ നെയ്മീൻ കറി ഒഴിച്ചാൽ നെയ്മീനിൽ സാധാരണ ഇത്രയും നല്ല പീസ് അങ്ങനെ അധികം ഞാൻ കണ്ടിട്ടില്ല. അതും ഫിഷ് മീൽസിൻ്റെ കൂടെ വരുന്ന നെയ്മീൻ കറിക്ക് നമ്മൾ സെപ്പറേറ്റ് ഓർഡർ ചെയ്താൽ ഓക്കെ, പക്ഷേ നല്ലൊരു പീസ് തന്നെ ഉണ്ടായിരുന്നു. ഗ്രേവിയും എല്ലാം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ട്രൈ ഔട്ട് ആക്കിയത് ഇത് ബീഫാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു ബീഫും. ഞാൻ വന്നപ്പോൾ തൊട്ട് തന്നെ നോട്ടമിട്ടത് ഈ ഒരു കുടത്തിൽ നിന്ന് മോര് കുടിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അല്ലെങ്കിൽ മോര് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഏത് കല്യാണത്തിന് പോയിരുന്നാലും സദ്യ കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ആ പായസമൊക്കെ കഴിച്ചതിന് ശേഷം മോര് കുടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആ മോരൊക്കെ നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ചിക്കൻ തോരൻ കഴിച്ചു, അതൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ അതിന് ശേഷം എല്ലാ ചോറും കറികളും എല്ലാം കൂടെ കൂട്ടിക്കഴിച്ചു. പിന്നെ ഓരോ സാധനങ്ങളായിട്ട് നമ്മൾ വാങ്ങിക്കൊണ്ടേയിരുന്നു കേട്ടോ. പിന്നെ നെത്തോലി ഫ്രൈ ലാസ്റ്റാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ആദ്യത്തെ ഒരു കോട്ട കഴിഞ്ഞതിന് ശേഷം രണ്ടാമത് ഞാൻ ചോറ് വാങ്ങിയിട്ട് പുളിശ്ശേരി വാങ്ങി. പിന്നെ നെത്തോലി ഫ്രൈ അപ്പോൾ വന്നപ്പോഴത്തേക്കും നെത്തോലി ഫ്രൈ ആയിട്ടൊക്കെ കൂട്ടി കഴിച്ചു. പിന്നെ അവിടുത്തെ രസം ഉണ്ടല്ലോ, ഞാൻ പറയുമ്പോൾ എല്ലാം അടിപൊളി അടിപൊളി എന്ന് പറയുന്നത് നിങ്ങൾ അങ്ങനെ വിചാരിക്കേണ്ട, ജെന്യുവിൻലി ആയതുകൊണ്ട് ഞാൻ പറയുന്നതാണ് കേട്ടോ. എല്ലാ ഒഴിച്ചുകറികളും നല്ല ടേസ്റ്റായിരുന്നു. സാമ്പാറും പുളിശ്ശേരി രസമൊക്കെ ഭയങ്കര ടേസ്റ്റായിരുന്നു. ഒരുപാട് നാളായി ആ സമയത്ത് ഞാനത് കഴിച്ചപ്പോൾ, അങ്ങനെ ഒരു രസം കുടിച്ചിട്ട് ഒരുപാട് നാളായി.
അവിടുത്തെ മെയിൻ അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റമാണ് അവിടുത്തെ പായസം. നമ്മൾ പോയ സമയത്ത് അടപ്പായസമായിരുന്നു. അടപ്പായസത്തിനാണ് നല്ല റിവ്യൂവും കണ്ട് നമ്മൾ പോയത്. ഭാഗ്യത്തിന് നമ്മൾ പോയപ്പോൾ അടപ്പായസം തന്നെയായിരുന്നു കേട്ടോ. അമ്മയ്ക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഇത്രയും നല്ലൊരു പായസം കുടിക്കുന്നത് ഇത്രയും ഇതുവരെ കുടിച്ചതിൽ റെസ്റ്റോറൻറ്റിലെ പായസം വെച്ച് നോക്കുകയാണെങ്കിൽ ദ ബെസ്റ്റായിരുന്നു സൽക്കാരത്തിലെ അടപ്പായസം. നല്ല ടേസ്റ്റായിരുന്നു. പായസം ഓരോ ദിവസം മാറിക്കൊണ്ടിരിക്കും കേട്ടോ. ഞാൻ അത്രയും ആഗ്രഹിച്ച് പോയത് കൊണ്ടായിരിക്കാം എനിക്ക് അടപ്പായസം തന്നെ അന്ന് കിട്ടിയത്. ഊണൊക്കെ കഴിഞ്ഞ് ദഹനത്തിനായിട്ട് എപ്പോഴും അവിടെ ഒരു പഴക്കൊല ഉണ്ടായിരിക്കും. അതിൽ നിന്ന് നമുക്ക് ആവശ്യത്തിന് പഴം എടുത്ത് കഴിച്ചതിന് ശേഷം തിരിച്ചിറങ്ങാം. അതാണ് അവിടുത്തെ ഒരു രീതി. നല്ല ഫുഡ് കഴിച്ചിട്ട് ഒരു ഡൈജഷന് വേണ്ടിയിട്ട് പഴം, അങ്ങനെ ഒരു രീതിയാണ്. അങ്ങനെ ഒരു അടിപൊളി ഊണൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിച്ച് വന്ന് ചേർക്കൂട്ടനുമായിട്ട് കളിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, മാക്സിമം സപ്പോർട്ട് ചെയ്തേക്കുക. സോ ഇതുപോലത്തുള്ള വെറൈറ്റി വീഡിയോസിനായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.